പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ബുധനാഴ്ച പ്രത്യേകിച്ച് നമ്മുടെ പാവർട്ടി തിരുനാളിനോടൊക്കെ അടുത്തല്ല യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകം മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. പാവർട്ടി തിരുനാളിന് ഒരുങ്ങുന്ന ദിവസമാണ്. എന്തായാലും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ശുദ്ധത എന്ന പുണ്യത്തിൽ നമ്മളും നമ്മുടെ മക്കളും തലമുറകളും ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ട ഒരു ദൈവകൃപയാണത്. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 1:1. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോട് കൂടെയാണ്. സർവജ്ഞാനം, ജ്ഞാനവും അറിവും തമ്മിൽ വ്യത്യാസം നമുക്കറിയാം അല്ലേ? അതായത് ശരിക്കും ബുദ്ധിയുമായിട്ട് ബുദ്ധിയും ജ്ഞാനവും എന്നാണ് പറയുക. ബുദ്ധി പറയുമ്പോൾ ശരിക്കും ലോകത്തിൻ്റെ കുറേ കാര്യങ്ങൾ അറിയാം, അത് ചെയ്യാം ഇത് ചെയ്യാം. എന്നാൽ ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഭൗതികമായ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കുന്ന സംഭവമാണ്. അത് ദൈവീകമാണ്, കുറേ കൂടി ഒരു വിസ്ഡം, ഡിവൈൻ വിസ്ഡം എന്നൊക്കെയാണ് അതെന്ന് പറയുക. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്ക് അറിവുണ്ടാകുന്നത് നല്ലതാണ്. അവർക്ക് മൊബൈലിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം, ലോകത്തിൻ്റെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടാകണം. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിത്യതയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകണം. അത് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിൽ വളരണം. ഈശോനെ കുറിച്ച് അങ്ങനെയല്ലേ പറയണം, ജ്ഞാനത്തിലും പ്രായത്തിലും അല്ലേ? അപ്പം നമ്മുടെ മക്കളെ കുറിച്ചിട്ടും ജ്ഞാനത്തിൽ, അത് മാതാപിതാക്കളായ ആദ്യം നമുക്ക് ഈ സംഭവം വേണം. എന്താണ് ജ്ഞാനം? അതാണ് സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടത്തോട് കൂടെയാണ്. കർത്താവെ, ഞങ്ങൾക്ക് ജ്ഞാനമില്ല, ഞങ്ങൾ മല പോലെ വളർന്നു, ഞങ്ങൾ ഒരുപാട് വളർന്നു, പക്ഷേ ഞങ്ങൾക്ക് ജ്ഞാനമില്ല, വിവേകമില്ല, വിശുദ്ധിയില്ല. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ കരുണ വർഷിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.